ഈ 107-ാമത്തെ സങ്കീർത്തനം ഉണ്ടല്ലോ, അത് കർത്താവിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. കർത്താവിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ കർത്താവ് കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ, കാരുണ്യ പ്രവർത്തികളെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ആ അധ്യായം അവസാനിപ്പിക്കുന്ന അവസാനത്തെ സങ്കീർത്തനം 43-ാമത്തെ വാക്യം, ആ സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്: വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ, മനുഷ്യർ കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി ചിന്തിക്കട്ടെ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറിയാം, ഈ പറഞ്ഞത് മുഴുവനും നിങ്ങൾ സമ്മതിക്കണം, കർത്താവ് ഭയങ്കര കാരുണ്യവാനാണ് എന്നല്ല. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ വിവേകമുള്ളവർ, നിങ്ങൾ അതങ്ങ് ഗ്രഹിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? അതായത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അതങ്ങ് സ്ഥാപിക്കാൻ പോകരുത്. ഞാൻ ചെയ്തു തന്നത് നിനക്ക് ജീവിതത്തിൽ കിട്ടിയേക്കണ ഏറ്റവും വലിയ ഉപകാരമാണ് എന്നും പറഞ്ഞങ്ങ് സ്ഥാപിക്കാൻ പോകരുത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. നീ ചിന്തിക്കുക, നിന്റെ ഗ്രഹണശക്തി വെച്ച്, നിന്റെ വിവേകം വെച്ച്, നിന്റെ ചിന്താശക്തി വെച്ച് നീ ചിന്തിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിനക്ക് എന്താ തോന്നണമെന്ന് വെച്ചാൽ നീ അതിലേക്ക് എത്തുക. കാര്യങ്ങളുടെ കൺക്ലൂഷൻ അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളെ വളർത്തുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരോടും ഒക്കെ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിലപാട് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവണേ? നമ്മൾ പലപ്പോഴും നേരെ മറിച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതിന്റെ അർത്ഥം എന്താണ്, അത് ഇതാണ് ഇതിന്റെ അർത്ഥം, ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ആ സ്പൂൺ ഫീഡിങ് ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കും. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.